അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് എ ടെസ്റ്റ് കേസ്, എന്താണ് ഒരു ടെസ്റ്റ് കേസ് എന്നാണ് നമ്മൾ പറയാൻ പോണത്. ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എഞ്ചിനീയറെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് എന്താണ് ടെസ്റ്റ് കേസ് എന്നുള്ളതാണ്. നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എഞ്ചിനീയറുടെ മെയിൻ ജോബ് എന്ന് പറഞ്ഞാൽ മെയിൻ ജോബല്ല, ജോബിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായി വരുന്നതാണ് ടെസ്റ്റ് കേസ് എഴുതുക, ടെസ്റ്റ് കേസ് വെരിഫൈ ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റ് കേസിനെ കുറിച്ച് നമ്മൾ ഡെപ്തിൽ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ടെസ്റ്റ് കേസ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. അതായത് എന്താണ് ടെസ്റ്റ് കേസ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്? എ സെറ്റ് ഓഫ് ആക്ഷൻസ് എക്സിക്യൂട്ടഡ് ടു വെരിഫൈ ദ സ്പെസിഫിക് ഫങ്ഷനാലിറ്റീസ് ഓഫ് അവർ ആപ്ലിക്കേഷൻ. അതായത് നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റി വെരിഫൈ ചെയ്യാനുള്ള സെറ്റ് ഓഫ് ആക്ഷൻ, ആ ആക്ഷനുകളുടെ സെറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്പെസിഫിക് ഫങ്ഷനാലിറ്റികൾ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക? അത് ലോഗിൻ ഒരു ഫങ്ഷനാലിറ്റിയാണ്. ലോഗിൻ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റിയാണ്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം, അത് ലോഗിൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. പിന്നെ ഇത് എന്താണ് ഫേസ്ബുക്കിൻ്റെ ഫങ്ഷനാലിറ്റീസ്? അതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഫങ്ഷനാലിറ്റിയാണ്. അത് ലൈക്ക് ചെയ്യാൻ പറ്റും, അതിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ പറ്റും, പിന്നെന്താണ് അത് ഷെയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ അതിൻ്റെ ഫങ്ഷനാലിറ്റികളാണ്. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ ആക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ലോഗിൻ ചെയ്യുക, സെക്കൻഡ് സ്റ്റെപ്പ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, തേർഡ് സ്റ്റെപ്പ് ഇങ്ങനെ പ്രത്യേകമായിട്ട് പർട്ടിക്കുലറായിട്ട് നമ്മൾ വൺ നമ്പർ ഇട്ടിട്ട് പറയും. അതിനാണ് നമ്മൾ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് വേറെ ടെസ്റ്റ് കേസുകൾ ഏതൊക്കെയാണ് ഫേസ്ബുക്കിൽ വരുന്നത്? ഫ്രണ്ട് റിക്വസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റണം, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ പറ്റണം, അതൊരു ഫങ്ഷനാലിറ്റിയാണ്. ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റണം, റിമൂവ് ചെയ്യാൻ പറ്റണം, അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. ഇതൊക്കെ ഓരോ ഫങ്ഷനാലിറ്റികളാണ്. ഇത് ഫേസ്ബുക്കിന് മാത്രമുള്ള സ്പെസിഫിക് ഫങ്ഷനാലിറ്റികളാണ്. അപ്പോൾ അത് നമ്മൾ ഓരോ ഫങ്ഷനാലിറ്റികളും നമ്മൾ SRS കണ്ടുപിടിച്ചിട്ട് ആ ഫങ്ഷനാലിറ്റികൾ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എഴുതുന്ന 1 by 1 ആയിട്ട് ഓരോ സ്റ്റെപ്പുകൾ, അത് ടെസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്പുകൾ വേണമെന്ന് എഴുതുന്നതിനാണ് നമ്മൾ പറയുന്നത് ടെസ്റ്റ് കേസ് എന്ന് പറയാം. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം, എല്ലാ ഇന്റർവ്യൂവിനും ചോദിക്കുന്നതാണ്. സെറ്റ് ഓഫ് ആക്ഷൻസ് എക്സിക്യൂട്ടഡ് ടു വെരിഫൈ ദ സ്പെസിഫിക് ഫങ്ഷനാലിറ്റി ഓഫ് അവർ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ടെസ്റ്റ് കേസ് എന്നൊരു ഐഡിയ മനസ്സിലായി. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഫങ്ഷനാലിറ്റീസ് ഓക്കെ ആണോ എന്ന് ഉറപ്പിക്കാനുള്ള ആക്ഷൻസ്, അതിനുള്ള പ്രവർത്തികൾ 1 by 1 എന്തൊക്കെ സെറ്റ് ഓഫ് ആക്ഷൻസ് ആണ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇതെന്താണ്, ഒരു ടെസ്റ്റ് കേസ് എങ്ങനെ എഴുതാം, ഹൗ ടു റൈറ്റ് എ ടെസ്റ്റ് കേസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു ടെസ്റ്റ് കേസ് എഴുതാൻ എങ്ങനെ എഴുതാം, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് കേസ് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്, ഗൂഗിളിൻ്റെ ഹോം പേജാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഹോം പേജ്, ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു വെബ് ആപ്ലിക്കേഷനാണ്, വെബ്സൈറ്റ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഗൂഗിൾ എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റിനെ കുറിച്ച് നമുക്ക് ടെസ്റ്റ് കേസ് എഴുതാം നോക്കാം. ഒരു എക്സാമ്പിളായിട്ട് ഗൂഗിൾ എടുക്കാം. ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൈറ്റാണ് ഗൂഗിൾ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് കേസ് എഴുതാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് കേസിൻ്റെ ഒരു സാമ്പിൾ നമുക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ടെസ്റ്റ് കേസിൻ്റെ ഒരു സാമ്പിള്. ഇതിലെന്താണ്, ഒരു ടെസ്റ്റ് കേസിൻ്റെ ടെംപ്ലേറ്റ് ആണ് കാണുന്നത്. അതിൽ കോമൺ ആയിട്ട് വേണ്ടത് എന്താണ്, ഒരു പ്രൊജക്ട് നെയിം ഉണ്ടായിരിക്കും. പ്രൊജക്ട് നെയിം നമ്മൾ എന്താണ് കൊടുക്കണം, ഇവിടെ വേണമെങ്കിൽ google.com എന്ന് കൊടുക്കാം. പിന്നെ എന്താണ്, ടെസ്റ്റ് മൊഡ്യൂൾ നെയിം, നമ്മൾ ഗൂഗിളിൻ്റെ ഏത് ഭാഗമാണ്, ഏത് കമ്പോണൻ്റ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ ആ ഒരു സെക്ഷൻ എഴുതാം. ഇതൊന്നും നിർബന്ധമുള്ളതല്ല, സെർച്ച് ബാറിന്ന് കൊടുത്തു. പിന്നെ എന്താണ്, ടെസ്റ്റ് കേസ് ക്രിയേറ്റഡ് ബൈ, ഈ ടെസ്റ്റ് കേസ് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഇവിടെ കൊടുക്കാം. അതായത് നമ്മുടെ ജൂനിയർ ടെസ്റ്ററുടെ പേരോ സീനിയർ ടെസ്റ്ററുടെ പേരോ ആയിരിക്കും ഇവിടെ സാധാരണ കൊടുക്കാം. ഓക്കെ, പിന്നെന്താ, ടെസ്റ്റ് കേസ് റിവ്യൂഡ് ബൈ, നമ്മളിപ്പോൾ ജൂനിയർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് എഞ്ചിനീയർ ആണ് എഴുതിയെങ്കിൽ സീനിയർ ആയ ഒരാളോ അതോ ടെസ്റ്റ് ലീഡോ ആരെങ്കിലും ആയിരിക്കും അത് റിവ്യൂ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പേര് ഇവിടെ വരും. ഓക്കെ, പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ്റെ വെർഷൻ, നമുക്ക് ആപ്ലിക്കേഷനും കുറേ വെർഷൻ ആയിട്ടാവും വരിക. അപ്പോൾ അതിൽ ഏത് വെർഷനിലാണ് ഈ ഒരു ടെസ്റ്റിംഗ് നടന്നതെന്നുള്ളത് നമ്മളിവിടെ നോട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കോമൺ ആയിട്ട് ഒരു ടെസ്റ്റ് കേസിൽ എഴുതാവുന്നതാണ്. ഇതിൽ പല മാറ്റങ്ങളും ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഓരോ കമ്പനിക്ക് അനുസരിച്ച് മാറി വരും. ഓക്കെ, ഇനി എന്താണ്, ഒരു ടെസ്റ്റ് കേസിൻ്റെ എന്തായാലും വരുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള ടെസ്റ്റ് കേസിൻ്റെ കമ്പോണൻസ് നമുക്ക് നോക്കാം. ഓക്കെ,
ഫസ്റ്റ് കോളം എന്താണ്? എല്ലാ ടെസ്റ്റ് കേസിനും നിർബന്ധമായി വേണ്ടത് എന്താണ്? ടെസ്റ്റ് കേസ് ഐ ഡി. ടെസ്റ്റ് കേസ് ഐ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഐഡന്റിഫിക്കേഷനാണ്. അതായത് ഒരു കമ്പനിയിൽ കുറേ പ്രൊജക്റ്റ് ഉണ്ടാവും, ഒരു പ്രൊജക്റ്റിൽ തന്നെ കുറേ ടെസ്റ്റ് കേസുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു നമ്പർ സിസ്റ്റം മാത്രമാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് കേസ് ഐ ഡി ഇപ്പോൾ 100 150 പറഞ്ഞാൽ നമുക്ക് സംഭവം മനസ്സിലാവില്ല. അതേസമയം നമ്മളൊരു സ്പെസിഫിക് കോഡ് കൊടുക്കുകയാണെങ്കിൽ, ടെസ്റ്റ് കേസ് ഐ ഡി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ടെസ്റ്റ് കേസ് ഐ ഡി എന്താണ്? GS1, അതായത് ഗൂഗിൾ സെർച്ച് 1 എന്നുള്ള ഒരു അർത്ഥത്തിൽ ഞാൻ GS1 എന്നാണ് കൊടുത്തിട്ടുള്ളത് ടെസ്റ്റ് കേസ്. അപ്പോൾ നമുക്ക് GS1 എന്ന് പറഞ്ഞാൽ അറിയാം, ഗൂഗിൾ സെർച്ച് എന്നുള്ള, ഗൂഗിൾ എന്ന് പറഞ്ഞ വെബ്സൈറ്റിന്റെ സെർച്ച് ബാറിനെ സംബന്ധിച്ചുള്ള സെക്ഷനിലെ ഒന്നാമത്തെ ടെസ്റ്റ് കേസ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ടെസ്റ്റ് കേസിന് എന്ത് വേണം? ടെസ്റ്റ് കേസ് ഐ ഡി വേണം. അത് ഭാവിയിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനും വീണ്ടും അതിനെക്കുറിച്ച് വല്ല ബഗ് വരികയാണെങ്കിലോ കാര്യങ്ങൾ വരികയാണെങ്കിലും ചർച്ച ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കും. അടുത്ത എന്താണ്? കമ്പണന്റ് ഓർ മോഡ്യൂൾ. അതായത് ഏത് കമ്പണന്റിനെ കുറിച്ചാണ് ടെസ്റ്റ് ചെയ്യണത് എന്നുള്ളത് നമുക്ക് അടുത്ത കോളത്തിൽ കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ സെർച്ച് ബാർ മോഡ്യൂൾ എന്ന് കൊടുത്തു. ഇപ്പം നമ്മളിവിടെ പിങ്ക് കളറിൽ കൊടുത്തത് കണ്ടറിയാം. ഈ പിങ്ക് കളറിൽ കൊടുത്തതൊന്നും എന്താണ്? മാൻഡേറ്ററി ആയിട്ടുള്ള, ഓപ്ഷണൽ ആയിട്ടുള്ള കോളംസ് ആണ്. ഞാൻ അതുകൊണ്ടാണ് ഇതിന് സെപ്പറേറ്റ് കളർ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷണൽ ആയ കോളംസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കമ്പണന്റ് മോഡ്യൂൾ ഇവിടെയും കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഇവിടെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തും കൊടുക്കേണ്ട കാര്യമില്ല, കോമൺ ആയിട്ട് കൊടുത്താൽ ഈ ഫുൾ ഷീറ്റിൽ ഇത് മതി, നമുക്ക് നിർബന്ധമില്ല. അപ്പോൾ അതാണ് ഞാൻ പിങ്ക് കളറിൽ കൊടുത്തിട്ടുള്ളത്. ഈ വൈറ്റ് കളറിൽ കാണുന്നൊക്കെ മാൻഡേറ്ററി ആണ്, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല, എന്തായാലും വേണ്ട കോളംസ് ആണ്. ടെസ്റ്റ് കേസ് ഐ ഡി എന്തായാലും നിർബന്ധമാണ്. ഓക്കെ, അടുത്ത കോളം നമുക്ക് നോക്കാം, പ്രയോറിറ്റി. അതായത് ഈ ടെസ്റ്റ് കേസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട്, പ്രയോറിറ്റി ഉണ്ട്, എപ്പോഴാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്, അതിൻ്റെ ഒരു പ്രയോറിറ്റി വെക്കണമാണ്. മിക്ക കമ്പനികളിൽ ഇത് ചെയ്യാറില്ല, ഇതിൻ്റെ അത്ര അത്യാവശ്യമില്ല. ഞാൻ പക്ഷേ ഒരു കോമൺ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് പഠിപ്പിച്ച് തരുമ്പോൾ വെച്ചു എന്നേ ഉള്ളൂ. പ്രയോറിറ്റി ഒരു ഓപ്ഷണലായ കോളാണ്. ഇപ്പോൾ പ്രയോറിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ ഓരോ കമ്പനിയിൽ അതിൻ്റെതായ മെഷർമെന്റ് വെച്ച് ചെയ്യും. ചിലപ്പോൾ ചിലർ P1 P2 P3 എന്ന് കൊടുത്തു പോകും പ്രയോറിറ്റിക്ക് അനുസരിച്ച്, ചിലർ ഹൈ മീഡിയം ലോ എന്നൊക്കെ കൊടുത്തു പോകും. അത് നമ്മുടെ ഇഷ്ടമാണ്. ഈ കോളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കോളാണ്. ഓക്കെ, അടുത്ത കോളാണ് മെയിൻ കോളം. എന്താണിത്? ടെസ്റ്റ് കേസ് ഡിസ്ക്രിപ്ഷൻ ഓർ ടെസ്റ്റ് കേസ് സമ്മറി. ടെസ്റ്റ് കേസ് ഡിസ്ക്രിപ്ഷൻ ഓർ ടെസ്റ്റ് കേസ് സമ്മറി എന്ന് പറയും. എന്താണ് മെയിൻലി എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണേ എന്നുള്ളത് ഈ കോളത്തിൽ ഈ ഒരു സെന്റൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവണം. അത്രയും ഡെപ്തിൽ ഇതിൽ എഴുതിയാൽ നല്ലതാണ്. കാരണം അത് വായിച്ചാൽ തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നല്ലൊരു വ്യക്തത നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണ് എക്സാമ്പിൾ? നമ്മളിവിടെ എന്താ ചെയ്യാൻ പോണേ? അതായത് നമ്മളിവിടെ എഴുതാൻ പോണ ടെസ്റ്റ് കേസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗൂഗിൾ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാണ്. ഇപ്പം ആപ്പിൾ എന്ന് സെർച്ച് ചെയ്താൽ, ആപ്പിൾ എന്നുള്ളൊരു വേർഡ് സെർച്ച് ചെയ്ത് എൻ്റർ അടിച്ചാൽ ആപ്പിളുമായി ബന്ധപ്പെട്ട റിസൾട്ടുകൾ വരണം. അതാണ് ഗൂഗിളിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി. നിങ്ങൾക്കറിയാമല്ലോ, ആപ്പിൾ എന്ന് സെർച്ച് ചെയ്താൽ എന്താണ് സെർച്ച് ചെയ്യുന്നത്, അതുമായി റിലേറ്റ് ചെയ്ത ലിങ്കുകൾ, വെബ്സൈറ്റുകൾ ഡിസ്പ്ലേ ചെയ്യണം. അതാണ് ഗൂഗിളിൻ്റെ ഒരു സെർച്ച് എഞ്ചിൻ വർക്കിംഗ് അങ്ങനെയാണ്. എന്താണോ സെർച്ച് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട റിസൾട്ടുകൾ വരണം. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറയാൻ പോണേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എഴുതിക്കണേ നോക്കിയോളൂ. വെരിഫൈ ദാറ്റ് വെൻ എ യൂസർ റൈറ്റ്സ് എ സെർച്ച് ടേം ആൻഡ് പ്രസ് എൻ്റർ സെർച്ച് റിസൾട്ട് ഷുഡ് ബി ഡിസ്പ്ലേഡ്. ഇതിൽ എന്താണ് ഡിസ്ക്രിപ്ഷൻ പറയണേ? അതായത് എന്താ വെരിഫൈ ചെയ്യണേ? ഒരു യൂസർ ഏതെങ്കിലും ഒരു സെർച്ച് ടേം ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുകയാണെങ്കിൽ ആ സെർച്ച് ടേമുമായി ബന്ധപ്പെട്ട റിസൾട്ട്സ് ഡിസ്പ്ലേ ചെയ്യണമെന്നാണ് എന്ത് ഈ ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സംഭവം. ഓക്കെ, അതാണ് നമ്മളിൽ എഴുതണം. പരമാവധി വിശദീകരിച്ച് എഴുതുക. ഇതിൽ പരമാവധി എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് വെരിഫൈ ദാറ്റ് എന്നുള്ള വേണം, വെരിഫൈ ചെയ്യാണ്. അല്ലെങ്കിൽ ചിലർ ചെക്ക് എന്ന് പറഞ്ഞെഴുതും, ചെക്ക് ദാറ്റ് എന്ന് പറഞ്ഞെഴുതും. ചില ചെക്ക് വെദർ എന്ന് പറയും, ചെക്ക് വെദർ എ യൂസർ വെൻ എ യൂസർ റൈറ്റ്സ് എ സെർച്ച് ടേം ആൻഡ് പ്രസ് എൻ്റർ റിസൾട്ട് ഷുഡ് ബി ഡിസ്പ്ലേഡ് എന്നൊക്കെ എഴുതും. ഓക്കെ, ഇതെപ്പോഴും നമ്മളൊരു കോമൺ ആയിട്ടുള്ളൊരു എഴുതാനുള്ളൊരു ലാംഗ്വേജ് ഉണ്ട്. അതായത് വെരിഫൈ, ചെക്ക് വെദർ, അങ്ങനെ ഉള്ള ഒരു വേർഡ്സാണ് കൂടുതൽ ഉപയോഗിക്കുക. വെരിഫൈയും ചെക്ക് വെദറും ചെക്ക് എന്ന് മാത്രമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഓരോരുത്തരുടെ രീതിയാണ്. പിന്നെ അടുത്ത കോൾ എന്താണ്? അടുത്ത കോൾ ഒരു ഓപ്ഷൻ കോളാണ്, പ്രീ റിക്വിസിറ്റ്. അതായത് ഈ ഒരു ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യണതിന് നമുക്ക് മുൻകൂട്ടി എന്തൊക്കെ വേണം? ഈ ഒരു ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മുടെ എന്താ വേണ്ടത്? നമുക്ക് മുൻകൂട്ടി ഈ ടെസ്റ്റ് കേസ് നടത്തണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഈ ടെസ്റ്റ് കേസ് നടത്തുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് കൃത്യമായൊരു ബ്രൗസർ നമ്മുടെ കയ്യിൽ വേണം, ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് ഈ ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യമൊന്നും ടെസ്റ്റ് കേസിൽ ആക്ഷനായിട്ട് 1 2 3 എന്ന് പറയില്ല. അത് ഓൾറെഡി ഒരു ബ്രൗസർ ലോഞ്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. അത് മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രീ റിക്വസ്റ്റ്. ഇതും നമ്മൾ ഒരു ഓപ്ഷനിലാണ്. ഇത് എല്ലാവർക്കും സെയിം ആയതുകൊണ്ട് ഇതൊന്നും എഴുതണമെന്നില്ല. ഓക്കെ, അടുത്താണ് മെയിൻ സ്റ്റെപ്പ്, ടെസ്റ്റ് കേസ് സ്റ്റെപ്സുകൾ. ഓക്കെ, എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ എന്നുള്ളത് 1 2 3 നമ്പർ ഇട്ട് നമ്മൾ എഴുതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എഴുതിക്കുന്നത്? റൈറ്റ് ദ URL www.google.com ഇൻ ദ ബ്രൗസേഴ്സ് URL ബാർ. സെർച്ച് ബാറിൽ നമ്മൾ എന്ത് ചെയ്യണം?
അത് ബ്രൗസർ തുറന്ന് തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതണം. ഫസ്റ്റ് എന്താണ്, ഗൂഗിൾ എന്നുള്ള വെബ്സൈറ്റിൽ പോകണം എന്നുള്ള കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം എന്ത്, വൺസ് google.com ഈസ് ലോഞ്ച്ഡ് റൈറ്റ് സെർച്ച് ടേം ആപ്പിൾ ഇൻ ദ ഗൂഗിൾ സെർച്ച് ബാർ. രണ്ടാമത്തെ ടേം എന്താണ്, ഇതിൽ പോയിട്ട് ആപ്പിൾ നിന്ന് സെർച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, പ്രസ് എൻ്റർ അല്ലെങ്കിൽ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇത്രയും സ്റ്റെപ്പുകളാണ് വേണ്ടത്. നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല, ഞാൻ ഇപ്പോൾ പറയുമ്പോഴാണ്. നമുക്ക് സിമ്പിളായിട്ട് വേണം, ഗോ ടു വെബ്സൈറ്റ് google.com. സെക്കൻഡ് സ്റ്റെപ്പ് എൻ്റർ ദ ടേം ആപ്പിൾ. മൂന്നാമത്തെ ടേം പ്രസ് സെർച്ച് ബട്ടൺ. സിമ്പിളായിട്ട് എഴുതിയാലും മതി. നമ്മളിപ്പോൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതിയത് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തന്നുള്ളൂ. ഇനി നെക്സ്റ്റ് കോളാണ് ടെസ്റ്റ് ഡാറ്റ. അതായത് ഈ ഒരു ടെസ്റ്റിംഗ് നടത്താൻ നമ്മൾ എന്തൊക്കെ ഡാറ്റ ഉപയോഗിക്കണം, എന്താണ് ഇൻപുട്ട് കൊടുക്കുന്ന ഡാറ്റ എങ്കിൽ അത് ഇവിടെ നമ്മൾ കൊടുക്കണം. ഇതിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആയതുകൊണ്ട് ആപ്പിൾ എന്നുള്ളൊരു ടേമാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തത്. അതുകൊണ്ട് ആ ടേം നമ്മളിവിടെ ടെസ്റ്റ് ഡാറ്റ ആയിട്ട് കൊടുത്തു ആപ്പിൾ. സാധാരണ നമ്മൾ ലോഗിൻ പേജ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കുറേ ഡാറ്റ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ലോഗിൻ പേജ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ലോഗിൻ ചെയ്യണമെങ്കിൽ കുറേ യൂസർ നെയിം ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ഡാറ്റ കൊടുക്കും. ഒരു 5-10 യൂസർ നെയിമെങ്കിലും നമ്മൾ ചെയ്ത് നോക്കും. അപ്പോൾ 5-10 യൂസർ നെയിമും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള പാസ്വേഡും തെറ്റായ പാസ്വേഡും ശരിയായ പാസ്വേഡും അതിൻ്റെയൊക്കെ ഒരു സെറ്റ് നമ്മളിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കും. ചില ആപ്ലിക്കേഷൻസിൽ മൊബൈൽ നമ്പറും കൊടുക്കേണ്ടി വരും, ചിലയിടത്തും ഇമെയിൽ ഐ ഡി ആവും. അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കളക്ട് ചെയ്ത് ഈ ടെസ്റ്റ് ഡാറ്റ എന്നുള്ള കോളത്തിൽ കൊടുക്കണം. ഓക്കെ. അടുത്ത കോളാണ് എക്സ്പെക്റ്റഡ് റിസൾട്ട്. എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ ടെസ്റ്റിങ്ങിൽ ചെയ്യുമ്പോൾ എന്ത് റിസൾട്ടാണ് കാണാൻ പോകുന്നത്, വരാൻ പോകുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ആര് എക്സ്പെക്ട് ചെയ്യുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് നമ്മൾക്കുള്ള ഈ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ ഓണർ, നമ്മുടെ സ്പോൺസർ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ ക്ലയൻറ്റ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുള്ള ആൾ, അതായത് നമ്മുടെ ഇതിൻ്റെ SRSൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അവരെന്താണ് എക്സ്പെക്ട് ചെയ്യണത് അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ശരിക്കും ഇതിൻ്റെ ഡിസൈൻ ചെയ്തവർ എന്താണ് എക്സ്പെക്ട് ചെയ്യണത്, നമ്മളിവിടെ ആപ്പിൽ നിന്ന് അടിച്ചിട്ട് എൻ്റർ അടിക്കുമ്പോൾ ആപ്പിളുമായി ബന്ധപ്പെട്ട എല്ലാ റിസൾട്ട്സുകളും ഡിസ്പ്ലേ ചെയ്യണമെന്നാണ് എക്സ്പെക്ട് ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ എഴുതാം, സെർച്ച് റിസൾട്ട്സ് റിലേറ്റഡ് ടു ആപ്പിൾ ഷുഡ് ബി ഡിസ്പ്ലേഡ്. അതായത് എക്സ്പെക്റ്റഡ് റിസൾട്ട്സിൽ നമ്മൾ എപ്പോഴും ഒരു ഫ്യൂച്ചർ ടെൻസിലാണ് എഴുതേണ്ടത്. ഷുഡ് ബി എന്ന് ഉപയോഗിക്കണം. ഷുഡ് ബി എന്നുള്ള ടൈം ഉപയോഗിക്കണമാണ് ഏറ്റവും നല്ലത്. കാരണം അത് നടന്നിട്ടില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതായത് ആപ്പിളിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആപ്പിളുമായി ബന്ധപ്പെട്ട ഇമേജസും അതിൻ്റെ വെബ്സൈറ്റുകളും കാര്യങ്ങളും റിസൾട്ട്സ് ആയിട്ട് വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കസ്റ്റമേഴ്സും കസ്റ്റമറും സ്റ്റേക്ക് ഹോൾഡേഴ്സും എല്ലാവരും എക്സ്പെക്ട് ചെയ്യണത് അതാണ്. അത് നമ്മളിവിടെ എഴുതും. നെക്സ്റ്റ് കോളം എന്താണ്, നെക്സ്റ്റ് കോളം സിമ്പിൾ ആണ്. എന്താണ്, ആക്ച്വൽ റിസൾട്ട്. നമ്മൾ ഈ ടെസ്റ്റ് സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണോ റിസൾട്ട് കാണുന്നത് അതെന്താണെങ്കിലും അങ്ങനെ തന്നെ എഴുതാം. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ റിസൾട്ട്സ് കാണുന്നത്, ആപ്പിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് സെർച്ച് ബട്ടൺ അടിക്കുമ്പോൾ എന്താണ് വരുന്നത്, ആപ്പിൾ എന്നുള്ള വെബ്സൈറ്റ് വന്നു. പിന്നെ ആപ്പിളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, യൂട്യൂബിൻ്റെ കണ്ടന്റ്സ് എല്ലാം വന്നു. ആപ്പിളുമായി ബന്ധപ്പെട്ട റിസൾട്ട്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്താണ് കണ്ടത് അത് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എന്താ ആക്ച്വൽ റിസൾട്ട് തന്നെ, സെർച്ച് റിസൾട്ട്സ് വിത്ത് ആപ്പിൾ കീവേഡ്സ് ആർ ഡിസ്പ്ലേഡ്. ആപ്പിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്, എക്സ്പെക്റ്റഡ് റിസൾട്ട് ആപ്പിളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ആക്ച്വലി വന്നത് എന്താണ്, ആപ്പിളുമായിട്ടുള്ള തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എക്സ്പെക്റ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ട്സും സെയിം ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ ടെസ്റ്റ് കേസ് പാസ്സായി, നമ്മുടെ ടെസ്റ്റ് കേസ് സക്സസ് ആണ്, ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സ്റ്റാറ്റസിൽ എന്ത് കൊടുക്കും, പാസ് എന്ന് കൊടുക്കും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ആപ്പിളിൽ നിന്ന് സെർച്ച് ചെയ്തു, റിസൾട്ട് വന്നത് മാംഗോ ആയിട്ട് ബന്ധപ്പെട്ട ഇമേജസും കാര്യങ്ങളാണ് വന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, എക്സ്പെക്റ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ട്സും ശരിയല്ല, മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, സ്റ്റാറ്റസ് എന്ത് വരും, ഫെയിൽ വരും. അത്ര. ഇതാണ് സിമ്പിളി ടെസ്റ്റിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, ടെസ്റ്റിങ്ങിൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നമ്മുടെ ആപ്ലിക്കേഷനെ കുറിച്ചൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, ഇങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള, ബിഹേവ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് തന്നെയാണ് ആക്ച്വലി നടക്കണമെന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഒരു ബേസിക് ആയിട്ട് ഒരു ടെസ്റ്റിംഗ് എഞ്ചിനീയറുടെ ജോബ്. അപ്പോൾ നമ്മളിവിടെ രണ്ടും ഓക്കെ ആണെങ്കിൽ, ആക്ച്വൽ റിസൾട്ടും എക്സ്പെക്ടഡ് റിസൾട്ടും സെയിം ആണെങ്കിൽ, മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് എന്താണ്, പാസ്സാണ്. അത് ഓക്കെയാണ്, കസ്റ്റമർ സാറ്റിസ്ഫൈ ആയിരുന്നു. ഓക്കെ. ഈ സപ്പോസ് ആക്ച്വൽ റിസൾട്ട് അല്ല എക്സ്പെക്റ്റഡ് റിസൾട്ട് എങ്കിൽ എന്ത്, എക്സ്പെക്റ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്തതല്ല ആക്ച്വലി വന്നെങ്കിൽ എന്താണ്, സ്റ്റാറ്റസ് ഫെയിലാണ്. ആ ടെസ്റ്റ് കേസും പോയി, ഫെയിലായിപ്പോയി. നമ്മൾ അപ്പോൾ തന്നെ അതെന്ത് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യണം, ഡെവലപ്പർ അത് കറക്റ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോ. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, ടെസ്റ്റ് എക്സിക്യൂട്ടഡ് ബൈ. ഈ ഒരു ടെസ്റ്റ് കേസ് ആരാണ് എക്സിക്യൂട്ട് ചെയ്തതെന്ന് നമ്മളിവിടെ എഴുതും. നമ്മളിപ്പോൾ ടെസ്റ്റർ കെയർ ചെയ്തു, നമ്മുടെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഏതെങ്കിലും ടെസ്റ്റ് കേസിൽ ഒരു പ്രോബ്ലം വന്നാൽ ആരാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തത് നമുക്ക് അറിയാൻ പറ്റും.
ഇതിപ്പോൾ നമ്മൾ ഇനിയും ഇതിപ്പോൾ എണ്ണം കൂട്ടാത്തത് കൊണ്ടാണ്. ശരിക്കും ഇതിൽ വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് എക്സിക്യൂട്ടഡ് ബൈ എന്നുള്ളതിൻ്റെ കൂടെ ഒരു കോളം കൂടി ചേർക്കാം. ടെസ്റ്റ് എക്സിക്യൂട്ടഡ് ഡേറ്റ്, ഈ ടെസ്റ്റ് കേസ് എന്നാണ് എക്സിക്യൂട്ട് ചെയ്ത ഡേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അങ്ങനെ കുറേ കോളംസ് ഉണ്ട്. നമ്മൾ അതങ്ങനെ കൂടിപ്പോയാൽ അതിന് ഇതുണ്ടാവില്ല. നമ്മൾ ബേസിക് ആയിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള മാത്രമാണ് നമുക്ക് പറയുന്നത്. ടെസ്റ്റ് എക്സിക്യൂട്ടഡ് ബൈ ഇവിടെ കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ ഇവിടെ എഴുതിയാലും മതി. ടെസ്റ്റ് കേസ് ക്രിയേറ്റഡ് ബൈ എന്നുള്ളതിൻ്റെ ഇവിടെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ടഡ് ബൈ എന്നുള്ളതിൻ്റെ താഴെ കൊടുത്താലും മതി കോമൺ ആയിട്ട്. ഈ പിങ്ക് കളറിലുള്ളതൊക്കെ ഓപ്ഷനാണ്. പിന്നെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ടഡ് ഡേറ്റ് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ടെസ്റ്റ് കേസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് കോമൺ ആയിട്ട് ഗൂഗിളിൽ ഒരു സെർച്ച് ചെയ്യണതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള റിക്വയർമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ടെസ്റ്റ് കേസ് പറഞ്ഞത്. സാധാരണ എപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂവിലും കാര്യങ്ങളും കാണുന്നത് ലോഗിൻ്റെ പേജിൻ്റെ ടെസ്റ്റ് കേസ് എഴുതാനായിരിക്കും. അതും ഇതുപോലെ തന്നെ എന്താണോ നമ്മുടെ ആവശ്യം റിക്വയർമെൻറ്റ് അതിനെപ്പറ്റി എഴുതാം. ഇപ്പോൾ ഇതിൽ ഒരെണ്ണം മതി. ഇപ്പോൾ ടെസ്റ്റ് കേസ് വരുന്നു. ഇനിയിപ്പോൾ ഗൂഗിളിൻ്റെ പേജിൽ തന്നെ നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് കേസ് എഴുതാം. ഇതിലിപ്പോൾ എന്താണ് ടെസ്റ്റ് കേസ് ആപ്പിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആപ്പിളുമായി റിസൾട്ട്സ് വന്നതാണെന്നാണ് ഒരു ടെസ്റ്റ് കേസ്. പിന്നെ നമുക്ക് എന്ത് എഴുതാം, ആപ്പിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ സജഷൻസ് വരുന്നുണ്ടോ, കണ്ട ആപ്പിൾ ഇന്ത്യ, ആപ്പിൾ സ്റ്റോർ, അങ്ങനെ പല സജഷൻ വരുന്നുണ്ട്. അതൊരു അടുത്ത ടെസ്റ്റ് കേസ് ആയിട്ട് എഴുതാം. അതൊരു ഫംഗ്ഷനാലിറ്റിയാണ് ഗൂഗിളിൻ്റെ. നമ്മൾ എന്തെങ്കിലും വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് മുമ്പ് സെർച്ച് ചെയ്തതോ പ്രീവിയസ് ഹിസ്റ്ററിയൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ടെസ്റ്റ് കേസാണ്. പിന്നെ എന്താണ്, ഇവിടെ വേറെ കുറേ ടാബ്സ് ഉണ്ട്. ഓൾ ഉണ്ട്, ഇമേജസ് ഉണ്ട്. ഇപ്പോൾ ഇമേജസ് കൊടുക്കുകയാണെങ്കിൽ ആപ്പിളുമായി ബന്ധപ്പെട്ട ഇമേജസ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ എന്താണ്, അത് വേറൊരു ഫംഗ്ഷനാലിറ്റിയാണ്. വീഡിയോ ക്ലിക്ക് ചെയ്താൽ ആപ്പിളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആണ് വരിക. അത് വേറൊരു ടെസ്റ്റ് കേസായിട്ട് എഴുതാം. അങ്ങനെ ഈ ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ തന്നെ കുറേ എന്തുണ്ട് ടെസ്റ്റ് കേസ് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇവിടെ ഓൾറെഡി നമുക്ക് സൈൻ ഇൻ ചെയ്യാം. ഗൂഗിൾ സെർച്ച് എന്നുള്ള ബട്ടൻ്റെ ഫംഗ്ഷനാലിറ്റികളാക്കാം. അപ്പോൾ ഐ ആം ഫീലിംഗ് ലക്കി എന്ന് പറഞ്ഞ വേറൊരു ബട്ടൺ ഉണ്ട്. ഇത്രയും കുറേ ഫംഗ്ഷനാലിറ്റി വേണം. നമുക്ക് വോയിസ് സെർച്ച് ഉണ്ട്. വോയിസ് സെർച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഓരോന്നും ടെസ്റ്റ് കേസ് നമുക്ക് എഴുതാം. ഇതിൽ സിമ്പിളി ഒരു ടെസ്റ്റ് കേസിൻ്റെ എക്സാമ്പിൾ മാത്രമാണ് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.